ഹായ്, ഞാൻ ഫർസാന. ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. കുക്കിങ്ങിൽ നമുക്ക് കത്തിരിക്കയും വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും ഇട്ട് ഒരു മസാല നമുക്ക് മെഴുക്ക് പുരട്ടിയായിട്ടും വെക്കാം, കറിയായിട്ടും വെക്കാം. പക്ഷെ എനിക്ക് കറിയാണ് കൂടുതൽ പ്രിയം, അതുകൊണ്ട് ഞാൻ കറിയായിട്ട് വെക്കുകയാണ്. അതിൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ നമുക്കിവിടെ കാണാം. സവാള, 2 വഴുതനങ്ങ, 1 തക്കാളി നിങ്ങൾക്ക് പുളിപ്പിനനുസരിച്ച് ഉപയോഗിക്കാം. പൊട്ടാറ്റോ, 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം എരിവിന് ചിലർ മുളക് പൊടി മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇഷ്ടമാണെങ്കിൽ മുളക് പൊടി എടുക്കാം. അതല്ല, മുളക് പൊടി കുറച്ച് ഉപയോഗിച്ച് പച്ചമുളക് എടുക്കുന്നവർക്ക് പച്ചമുളക് എടുക്കാം. ഞാൻ മുളക് പൊടി കുറച്ചാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നല്ല എരിവുള്ള പച്ചമുളക് 4 എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതെനിക്കിഷ്ടമാണ്. ഇഞ്ചി വെളുത്തുള്ളി കൂടുതൽ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇത് വഴുതനങ്ങ നീളത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അത്ര നൈസായിട്ട് അരിയരുത്, കറിക്ക് കലങ്ങിപ്പോവും. അതുപോലെ ഉരുളക്കിഴങ്ങ് അതുപോലെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതുപോലെ തക്കാളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് സ്ലൈസ് വലിപ്പത്തിൽ ഞാൻ ഇല്ലെങ്കിൽ കലങ്ങിപ്പോവും. അതുപോലെ ഉള്ളി ചെറിയ നീളത്തിന് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാനിവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിളർന്നാണ് ഇട്ടിരിക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരിക്കുകയാണ്. ബാക്കി കാണാം. എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടാകട്ടെ. എണ്ണ ചൂടായതിലേക്ക് ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഇട്ടതിന് ശേഷം ഇതൊന്ന് ചെറിയൊരു ഇതാകട്ടെ, നൂറണ്ട. അതിലൂടെ നമുക്ക് ആദ്യം ഇടേണ്ടത് പൊട്ടാറ്റോ ആണ്. പൊട്ടാറ്റോ ഇട്ട് ഒന്ന് കുറച്ച് നന്നായിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ അങ്ങനത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുട്ടക്കല നല്ലൊന്ന് വഴണ്ട് വെക്കാം. ഒരുപാട് നേരം ഇട്ടാലിട്ട് പൊരിക്കണ്ട, ഒന്ന് വഴണ്ട് വരാം, അത്രയേ ഉള്ളൂ. അടുത്ത് നമ്മൾ വഴുതനങ്ങ ഇട്ട് കൊടുക്കണം. വഴുതനങ്ങയും ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണമെന്ന് പറയുമ്പോൾ ഒന്ന് ചെറുതായിട്ട് നമ്മൾ ചെറുനയുടെ അംശമൊക്കെ പോയി വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി ഒന്ന് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ ആണ് എടുക്കാം. അതുവരെ അതിൻ്റെ അപ്പോൾ ഇതാണ് ഇതിലെ 4-ൽ 2% ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞു. അതുപോലെ വഴുതനങ്ങ 2% വെന്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇത് ഇത്രയും നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഉള്ളി വഴറ്റാം. എണ്ണ കുറവാണ്, അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ വീണ്ടും കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. കാരണം ഇതിലെല്ലാം എണ്ണയുടെ അംശം ഉള്ളതുകൊണ്ട് കുറച്ച് ഒഴിച്ചാൽ മതി. വീണ്ടും എണ്ണ ഒരു കുറച്ച് ലേശം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അത് ഒന്ന് എണ്ണ ചൂടാകുമ്പോൾ അടുത്ത് നമ്മൾ ഇതിലോട്ട് ഇടേണ്ടത്, നമ്മളിതിലേക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. അടുത്തത് ഉള്ളി ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്ത് നമ്മൾ ഞാൻ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഉള്ളിയും പച്ചമുളകും വേകാൻ ഒരേ സമയമാണ്.
പെട്ടെന്ന് വെന്ത് കിട്ടുക. നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇതൊന്ന് ഉള്ളി ഒരു ചുമന്ന ഒരു ബ്രൗണായിട്ട് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് ഞാൻ നേരത്തേലൊന്നും ഇട്ടില്ല. കറിക്ക് ഉപ്പ് നമുക്ക് ഇടുമല്ലോ, അതുപോലെ ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് നോക്കാം. അതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഉള്ളി പകുതി വെന്ത് കഴിഞ്ഞ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ വേഗം വേണം. ഉള്ളി വേഗം അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ഉള്ളി 3/4 വേഗമായിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവരും കൂടെ 3/4 ഭാഗം നമ്മൾ വേഗമാണ് തിന്നുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് നന്നായിട്ട് വെന്ത് ഉള്ളിയും അതുപോലെ ശരിയായിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് തീ കുറച്ച് വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കിതിൽ മസാലപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. നമുക്കിതൊന്ന് മിക്സാക്കാം. അതിൻ്റെ കൂട്ടത്തെ നമ്മൾ കുറച്ച് ഗരം മസാല, ഇതൊന്ന് മൂപ്പിച്ചെടുപ്പിക്കാം. ഇതൊന്ന് മസാല മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. ഇപ്പോൾ മസാല അതിൽ പിടിച്ചിട്ടുണ്ട്. ഇതൊന്ന് പകുതി വേവായതിന് ശേഷം നമുക്ക് നോക്കാം. ഇതിപ്പോൾ 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച കത്തിരിക്കയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും. വീഡിയോ എടുക്കുന്നതും ഒരു കൈയുണ്ടാവും, മറ്റൊരു കൈയുണ്ട് ഇത് ചെയ്യാൻ. അപ്പം പറ്റുന്നില്ല. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് കാണിച്ചു. ഇതിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കും. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് 2 തിളപ്പ് തിളയ്ക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം 3/4 ഭാഗം വേവിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊന്ന് 2 തിളപ്പ് തിളച്ച് കഴിയുമ്പോൾ കറി ഓക്കെ. നമുക്ക് രാത്രി ഇത് ചപ്പാത്തിക്കോ ഉച്ചയ്ക്ക് ചോറിനോ രാവിലെ ദോശയ്ക്കോ ഒക്കെ കഴിക്കാം. അപ്പോൾ എനിക്ക് സംഭവം കൂടുതൽ ഇത്തിരി വേണം കറി. അതുകൊണ്ട് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടുതലായിട്ട് ഇട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ വഴുതനങ്ങ കറി റെഡി.